ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ടയും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറമാകുന്നത് വരെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടി വരികയാണ് ചെയ്യേണ്ടത്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ കുറേശ്ശെ ചേർത്ത് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റായി പോകണ്ട. സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് ഒരല്പം പിങ്ക് കളർ കൂടി ചേർക്കുന്നുണ്ട്. കളർ കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ബാറ്ററിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കൂടെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 4 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരല്പം മൈദാപ്പൊടി ഇട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പാലൊഴിക്കാം. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ കുത്തി ഇളക്കരുത്, എന്നാൽ താണു പോകാൻ ചാൻസ് ഉണ്ട്. പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് ഇതിന് നല്ലത്. 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതൊന്ന് ബട്ടർ പേപ്പർ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് സ്ട്രോബെറി ക്രഷുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഫില്ലിങ്സിനായിട്ട് കുറച്ച് ചെറി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സ്ട്രോബെറി ക്രഷും മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന് കൊടുക്കുന്നത്. കേക്കിൻ്റെ ഫില്ലിങ്സും ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിൽ നിന്ന് ഒരല്പം ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പിങ്ക് കളർ ചേർത്ത് കൊടുക്കാം. ഈ ക്രീമാണ് ഫില്ലിങ്സിനായിട്ട് കൊടുക്കുന്നത്. കേക്കൊക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം തേച്ച് കൊടുക്കാം. അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് കൊണ്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഷുഗർ സിറപ്പ് എത്തണം. ആവശ്യത്തിന് ക്രീം ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് അതും നന്നായി ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ക്രീം കൊടുത്ത് ലെവൽ ചെയ്യാം. പിന്നെ ഫില്ലിങ്സും കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ഫൈനൽ ലെയർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായി ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ബോർഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് കേക്ക് ഫൈനലൈസിങ്ങിനായിട്ട് എടുക്കുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി കേക്ക് ഫൈനലൈസിങ് ചെയ്യാം. റെഫറൻസ് പിക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. കാണുന്നത് പോലെ വളരെ സിമ്പിളൊന്നുമല്ലായിരുന്നു. എന്നാലും അവർ തന്നതുപോലെ ഏകദേശമൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോൾ ഫൈനൽ ഡെക്കറേഷൻ കണ്ടിട്ട് വരാം.
കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുക്കാം. ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.